എൻ്റെ കാലടി വഴിവിട്ടു മാറിയെങ്കിൽ, എൻ്റെ ഹൃദയം എൻ്റെ കണ്ണിനെ പിന്തുടർന്നുവെങ്കിൽ, വല്ല കല്ലറയും എൻ്റെ കൈക്ക് പറ്റിയെങ്കിൽ, ഞാൻ വിതച്ചത് മറ്റൊരുത്തൻ തിന്നട്ടെ, എൻ്റെ സന്തതിക്ക് മൂലനാശം ഭവിക്കട്ടെ. എൻ്റെ ഹൃദയം ഒരു സ്ത്രീയെങ്കിൽ, ഇതാണ്, എൻ്റെ ഹൃദയം ഒരു സ്ത്രീയെങ്കിൽ ഭ്രമിച്ചു പോയെങ്കിൽ, കൂട്ടുകാരൻ്റെ വാതിൽക്കൽ ഞാൻ പതിയിരുന്നു എങ്കിൽ, അത് മഹാപാതകമല്ലോ, ന്യായാധിപന്മാർ ശിക്ഷിക്കേണ്ട കുറ്റമത്രേ. ഈ സ്ത്രീയെങ്കിൽ ഭ്രമിച്ചു പോയെങ്കിൽ, ആവർത്തിച്ച് സ്ത്രീയെങ്കിൽ ഭ്രമിച്ചു പോകുകയാണെങ്കിൽ, ഇതേ അധ്യായത്തിൽ തന്നെ യോബ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കണ്ണുമായി, 1-ാം വാക്യത്തിൽ, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? ആവർത്തിച്ച് നോട്ടത്തിൽ തെറ്റിപ്പോകുന്നു, ആഗ്രഹത്തിൽ തെറ്റിപ്പോകുന്നു, മോശമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകുന്നു. ഒരകൃത്യം നിന്നെ പിന്തുടരുകയാണെങ്കിൽ അതൊരു നുകമാണ്. യേശുവിൻ നാമത്തിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ ആ അകൃത്യത്തിൻ്റെ നുകം ഒടിയട്ടെ യേശുവിൻ നാമത്തിൽ.